ബെതേലേജി ഷാലോം ചർച്ചിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്വർഗീയ അഗ്നി 2025 കൺവെൻഷൻ മാർച്ച് 24, 25, 26 തീയതികളിൽ ചേലക്കര തൈക്കാട്ടിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കും. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 5:30 മുതൽ 7:30 വരെയുമാണ് കൺവെൻഷൻ നടക്കുക. മുഖ്യ പ്രാസംഗികരായി പാസ്റ്റർ കെ രഞ്ജിത്ത്, ഡോക്ടർ എം.എ. വർഗീസ്, പാസ്റ്റർ റിജിൽ എന്നിവർ പ്രഭാഷണം നടത്തും. രോഗത്തിന്റെ സൗഖ്യത്തിനും പാരമ്പര്യ ശാപ വിമുക്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജോബ് സ്റ്റേഷൻ വിജ്ഞാൻ തൃശൂർ ജോബ് ഫെയറിന്റെ ഭാഗമായി പഴയന്നൂർ IHRD കോളേജിൽ ജോബ് രജിസ്ട്രേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജോബ് സ്റ്റേഷൻ വിജ്ഞാൻ തൃശൂർ ജോബ് ഫെയറിന്റെ ഭാഗമായി പഴയന്നൂർ IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ജോബ് രജിസ്ട്രേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് നിർവഹിച്ചു. കമ്പനികളിൽ ജോലി തേടാം, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ കമ്പനികളുമായി നമുക്ക് സംസാരിച്ച് അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒക്കെ അന്നും ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ പരിമിതികളും പോരായ്മകളും എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ സ്വയം മുന്നോട്ട് വരുന്നവർക്ക് അന്വേഷിച്ച് അതിൻ്റെ അവസാന തലം വരെ എത്താനുള്ള ചില പരിമിതികളായിരുന്നു. നാം രജിസ്റ്റർ ചെയ്യണം. സ്വാഭാവികമായും നമ്മുടെ മാത്രം ഒരു ഇടപെടലിൻ്റെ ഭാഗമായി തൊഴിൽ കണ്ടെത്തുക എന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുള്ള വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു പരിമിതി ആയിരുന്നു. ഇന്ന് വിജ്ഞാന കേരളം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിക്കുകയാണ്. നിങ്ങൾക്ക് അന്വേഷിക്കാൻ, നിങ്ങളുടെ സംശയ നിവാരണത്തിന് ആവശ്യമായ കേന്ദ്രങ്ങൾ, നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ സന്നദ്ധ പ്രവർത്തകർ എല്ലാം തയ്യാറാക്കിക്കൊണ്ടാണ് വിജ്ഞാന കേരളം അതിൻ്റെ പ്രവർത്തന വിജയത്തിനു വേണ്ടി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. കില ബ്ലോക്ക് കോർഡിനേറ്റർ N. കുമാരൻ അധ്യക്ഷനായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ P. ഷാഗു, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപിക MV രേഷ്മ, ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ NJ ബൈജു, പ്ലേസ്മെന്റ് ഓഫീസർ സൂര്യ അശോക്, തീമാറ്റിക് എക്സ്പെർട്ട് CR രഞ്ജിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. TS ദീപ DWMS രജിസ്ട്രേഷൻ പ്രോസസ് എങ്ങനെ ചെയ്യാം എന്ന് വിശദീകരിച്ചു. കില റിസോഴ്സ് പേഴ്സൺ PK പ്രകാശൻ, കോളേജിലെ മറ്റ് സ്റ്റാഫുകൾ ഉൾപ്പെടെ ഉള്ളവർ സന്നിഹിതരായിരുന്നു. രജിസ്ട്രേഷൻ ക്യാമ്പയിനിൽ ഫൈനൽ ഇയർ സ്റ്റുഡന്റായ 86ഓളം പേർ പങ്കെടുത്ത് അപ്ലൈ ചെയ്തു. എക്സാമിന് സ്റ്റഡി ലീവ് ആയതിനാൽ ശേഷിക്കുന്ന കുട്ടികൾക്ക് ഗ്രൂപ്പ് വഴി നിർദ്ദേശം നൽകുവാനും ജോബ് ഫെയറിൽ എത്താനുള്ള നടപടികൾ പൂർത്തീകരിച്ചു. വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എപ്പോഴും നമ്മുടെ ആശങ്ക എന്ന് പറയുന്നത് ഡിഗ്രി പഠിക്കാൻ പോയി, ഡിഗ്രി പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ PG കഴിഞ്ഞു, തൊഴിലില്ലാതെ നടക്കുക എന്നുള്ളത്. തൊഴിലില്ലാത്ത ആൾക്കാരെ തട്ടി നടക്കാൻ പറ്റില്ല വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടും എന്നുള്ള ഒരു സങ്കല്പമാണ് നമുക്ക്. എന്തിനാണ് ഡിഗ്രിക്ക് പോകുന്നത്, ജോലിയൊന്നും കിട്ടില്ല എന്നുള്ള ഒരു ആശങ്ക എല്ലാ വിദ്യാർത്ഥികളുടെയും അവരുടെ പാരൻസിൻ്റെയും മനസ്സിലുണ്ട്. അത് മാറ്റിമറിക്കുന്ന ഒരു സംരംഭമാണ് KKEMൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് ചേർന്നിട്ടാണ് നമ്മളിവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നടത്താൻ പോകുന്നത്. അതായത് CCV ന്യൂസ് പഴയന്നൂർ.